സുവിശേഷകനും വാഗ്മിയുമായ ശ്രീ അനിൽകുമാർ വി അയ്യപ്പനെ അക്ഷരങ്ങളുടെ വിമോചന ശാസ്ത്രം മിഷണറിമാർ തെളിയിച്ച അറിവിന്റെ വഴികൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. CSI മധ്യകേരള മഹായിടവകയുടെ 148ാമത്തെ മഹായിടവക ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ നിന്ന് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ സംഘാടകരോടും അതിനേക്കാളുപരി ദൈവത്തോടും അതിന് നന്ദിയുള്ളവനാണ്. കാരണം സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്നെനിക്കറിയാം. വേദിയിലുള്ള എല്ലാ മഹൽ വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ആരംഭമായിട്ട് അറിയിക്കുകയാണ്. നമ്മളിന്ന് ഈ മിഷണറി സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സ്ഥലത്തിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ആധുനിക കേരളത്തിൻ്റെ കലാലയ ചരിത്രം ആരംഭിക്കുന്നത് CMS കോളേജിൽ നിന്നാണ്. ഞാൻ ചില മാസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് CMS കോളേജ് വെറുതെ ഒന്ന് കണ്ടിട്ട് പോകണം എന്നുള്ളത്. മിഷണറിമാരെക്കുറിച്ച് കൂടുതൽ പ്രത്യേകിച്ച് CMS മിഷണറിമാരെക്കുറിച്ച് പഠിച്ചപ്പോഴുണ്ടായൊരു ആഗ്രഹമാണ്. ബൈബിളൊക്കെ പരിഭാഷപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്. ഞാനിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിള് ഇവിടെ വെച്ചാണ് ബെഞ്ചമിൻ ബേലി, ചാത്തുമേനോനും ജോസഫ് പെന്നും ഒക്കെ അതിൻ്റെ പുറകിൽ അധ്വാനിച്ചത് മലയാളത്തിലാക്കി തരുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ അവർ നടന്ന വഴികളൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് കണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ദൈവം ഇങ്ങനെ ഒരു സെമിനാറിൽ സംസാരിക്കാനായിട്ടൊരു അവസരം എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ അവതരിപ്പിക്കുന്ന പേപ്പറിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് അക്ഷരങ്ങളുടെ വിമോചന ശാസ്ത്രം മിഷണറിമാർ തെളിയിച്ച അറിവിൻ്റെ വഴികൾ എന്നുള്ളതാണ്. മിഷണറിമാരുടെ കാലത്ത് അക്ഷരം എന്നത്, അതായത് മിഷണറിമാർ ഇവിടെ കേരളത്തിലേക്ക് വന്ന കാലത്ത് അക്ഷരം എന്നത് കേവലം വായിക്കാനും എഴുതാനുമുള്ള ഒരു ഉപാധി മാത്രമായിരുന്നില്ല. മറിച്ച് നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ വിമോചനത്തിനുള്ള ഒരു വലിയ ആയുധമായിരുന്നു ഈ അക്ഷരങ്ങൾ എന്നുള്ളത്. നമ്മൾ ഈ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പലർക്കും അറിയാം. സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് അക്ഷരം എന്നുള്ളത് ഒരു ചെറിയ വിഭാഗത്തിൻ്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. അവരുടെ കുത്തകയായിരുന്നു അത്. അക്ഷരം പഠിക്കുക എന്നുള്ളത് വലിയ വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലമാണ്. വലിയ ശതമാനം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. എല്ലാ ജാതിയിലെയും സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം നിരോധിക്കപ്പെട്ടിരുന്നു. ബ്രാഹ്മണരടക്കമുള്ള എല്ലാ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഇരുണ്ട പശ്ചാത്തലത്തിലേക്കാണ് മിഷണറിമാർ കടന്നു വരുന്നത്. അന്ന് കേരളമില്ല, നമുക്കറിയാം, തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമാണ്. അപ്പോൾ ഈ മൂന്നിടങ്ങളിലും നമ്മൾ 3 മിഷണറി പ്രസ്ഥാനങ്ങൾ കാണുന്നുണ്ട്. LMS, അതുപോലെ തന്നെ CMS, ബാസൽ മിഷൻ, അങ്ങനെ 3 ഇടത്ത്. പിന്നെ സ്ത്രീകളുടേത് ഇടയിൽ പ്രവർത്തിക്കുന്ന സെനാന മിഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായി നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ ഇടപെടലുകൾ, ത്യാഗപൂർണമായിട്ടുള്ള ആ ഇടപെടലുകൾ സമാനതകളില്ലാത്ത ചരിത്രമാണ്. ആ ചരിത്രം തമസ്കരിക്കാനുള്ള ശ്രമം, ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരം സെമിനാറുകൾ കൂടുതൽ സംഘടിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് ആ മിഷണറിമാരോട് നാം കാണിക്കുന്ന ഒരു ആദരവ് കൂടിയാണ്. ഞാനിവിടെ ആകെ 30 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മിഷണറിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഷണറി സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ചല്ല, അവരുടെ ചരിത്രമല്ല ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മിഷണറിമാരുടെ പൊതുവെയുള്ള രീതികളെക്കുറിച്ചാണ്, അവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ കേരളത്തിൽ അറിവ് എന്നുള്ളത് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അധികാരത്തെ നിലനിർത്താനുള്ള ഒരു ഉപകരണമായിരുന്നു. മിഷണറിമാർക്ക് മുമ്പുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും ബ്രാഹ്മണ സംസ്കൃത പാരമ്പര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അന്ന് അക്ഷരാഭ്യാസം അറിയാവുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്പൂതിരിമാർക്ക്, നായന്മാർക്ക്, പിന്നെ നസ്രാണികൾക്ക് കുറച്ച് പേർക്ക്, അങ്ങനെ അവർക്കൊക്കെ അറിയാം. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പിടിയില്ലാത്ത കാലമാണ്. അപ്പോൾ മിഷണറിമാർ ഈ സമയത്ത് അവർ വിദ്യാഭ്യാസത്തെ ഒരു ജനാധിപത്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം ഇവിടെ നടപ്പാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. അതിന് നമ്മൾ ചരിത്രരേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 6 മെത്തേഡുകളാണ് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്.
ഈ 6 മെത്തേഡുകൾ, അത് ഓരോ മെത്തേഡും നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഓരോന്നും മണിക്കൂറുകൾ പറയാനുള്ളതുണ്ട്. എങ്കിലും ഞാൻ 30 മിനിറ്റല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ 6 മെത്തേഡുകളൊന്ന് ചുരുക്കി പറയാം. അതിൽ എന്നിട്ട് ഒന്നാമത്തേത് മാത്രം ഒന്ന് അല്പം കൂടെ ഒന്ന് വിശദമായിട്ട് പറയാം, ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഒന്നാമത്തേത് ഭാഷയുടെ ജനാധിപത്യവൽക്കരണമാണ് അവർ നടത്തിയത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത് ഇടങ്ങളുടെ ജനാധിപത്യവൽക്കരണമാണ്. അതായത് മിഷണറിമാർ വരുന്നതിന് മുമ്പ് ഈ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് ഗുരുകുലങ്ങളുണ്ട്, പിന്നെ സഭാമഠങ്ങളുണ്ട്, വേദപാഠശാലകളുണ്ട്, കുടിപ്പള്ളിക്കൂടങ്ങളുണ്ട്, ആശാൻ കളരികളുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഈ ഇടങ്ങളിലേക്കൊന്നും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാതിപതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള പള്ളിക്കൂടങ്ങൾ എന്നുള്ള പുതിയ ഇടം അവരുണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇവിടെ അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അവരുണ്ടാക്കിയെടുത്തതാണ്. അതിലെ പ്രധാനപ്പെട്ട ആൾ, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ആളെന്ന് പറയുന്നത് ജോസഫ് പീറ്റാണ്. അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഈ മിഷണറിമാരുടെ ഫോട്ടോസൊക്കെ നോക്കി. ഓരോരുത്തരും വളരെയധികം കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ജോസഫ് പീറ്റ് മാവേലിക്കരയിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ ഇന്ന് നമുക്കറിയാം 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് എന്ന് കയറി പോകുന്നു. അന്ന് അങ്ങനെ ക്ലാസ്സുകളില്ല. അന്നുള്ളത് നമ്പൂതിരി കുട്ടികളുടെ ക്ലാസ്, നായർ കുട്ടികളുടെ ക്ലാസ്, എഴുപ കുട്ടികളുടെ ക്ലാസ്, അങ്ങനെയാണ്. അതായത് ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ അടുത്തമല്ല, അതും കൂടി ആലോചിക്കണം. ഇത്രയടി ദൂരമാണ് അന്ന് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് സമൂഹത്തിൽ. ഓരോ ജാതിക്കാർ ഇത്രയടി ദൂരം. അപ്പം അങ്ങനെ ഇതായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ജാതിയുടെ ചിന്ത ഇവിടെയുള്ള ആളുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി മിഷണറിമാർ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വിചാരിച്ച് കാരണന്മാരെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അടുത്ത തലമുറയെങ്കിലും നന്നാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ കുട്ടികളെയും പിടിച്ച് ഒരുമിച്ചിരുത്തുക എന്ന് പറഞ്ഞ പരിപാടി. അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് തോന്നിയത്, ജോസഫ് ഫീറ്റ് അത് നടപ്പാക്കി മാവേലിക്കരയിൽ. അപ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് മറ്റ് മിഷണറിമാർക്കും അത് നല്ല ഐഡിയ ആണെന്ന് തോന്നിയിട്ട് അവർ നടപ്പാക്കുകയും പിന്നെ എല്ലാവരും ഒരുമിച്ചിരുത്തുന്ന ക്ലാസ് മുറികൾ വരികയൊക്കെ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിലൂടെയുള്ള വിമോചനമാണ്. വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി മിഷണറിമാർ ഉപയോഗിച്ച ഒരു വലിയ ആയുധമാണ് ഈ അച്ചടി യന്ത്രം. നമ്മളെ സംബന്ധിച്ച് അതൊരു മെഷീൻ മാത്രമാണ്, ഒരു പ്രസ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ മാത്രമാണ്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ 1821 ബെഞ്ചമിൻ ബെയ്ലി, CMS കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പളായിരുന്ന ബെഞ്ചമിൻ ബെയ്ലിയാണ് പ്രസ് സ്ഥാപിക്കുന്നത്, CMS പ്രസ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുമുതൽ ഇങ്ങോട്ടുള്ള കാലം നമ്മൾ നോക്കിയാൽ അതിനിടയിൽ കേരളത്തിൽ ജീവിച്ചു മരിച്ച കോടാനുകോടി മനുഷ്യരുടെ ജീവിതങ്ങളെ മാറ്റിയ ഒരു മാന്ത്രിക യന്ത്രമായിരുന്നു വാസ്തവത്തിൽ പ്രസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഈ പുസ്തകം വരുന്നതിന് മുമ്പുള്ള കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താണ്, എഴുത്തെന്ന് പറയുന്നത് താളിയോലകളാണ് പ്രധാനമായിട്ട്. താളിയോലക്കെട്ടുകൾ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചെമ്പ് തകിടുകളുണ്ട്. ചിലയിടങ്ങളിൽ ബുർജപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അധികം ഉത്തരേന്ത്യയിലാണ്, എന്നാൽ ഇവിടെയും ചിലയിടങ്ങളിൽ ബുർജപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹിമാലയത്തിലുള്ള ഒരു മരത്തിൻ്റെ തൊലിയിൽ എഴുതുന്നതാണ്. ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം, ഒന്നാമത്തെ എഴുത്തുമാൻ അറിയില്ല, ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ പോലും ഒരു താളിയോലക്കെട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു, മാന്ത്രികത, അതിന് മഹാശക്തിയുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ചെമ്പുതകിട് അങ്ങനെ തന്നെ. ഇതൊക്കെ മന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിട്ട് ചിന്തിച്ചുകൊണ്ട് തൊടുകയില്ല, പേടിയായിരുന്നു എല്ലാവർക്കും. അങ്ങനെയുള്ള കഥകളാണ്, നരേഷൻസ് അങ്ങനെയൊക്കെ വന്നിരുന്നത്, തൊടാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അക്ഷരം അറിയാവുന്ന ഒരു കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയാം. ഇനി അപൂർവമായിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പോലും ഇത് വായിക്കുകയില്ല, ഇത് തൊടാൻ പേടിയാണ്. അപ്പം അങ്ങനെയുള്ള അടുത്താണ് കടലാസും മഷിയൊക്കെ ആയിട്ട് ആ പുസ്തകം വരുന്നു. പുസ്തകത്തിന് ഈ പ്രശ്നമില്ല, ഈ ദിവ്യത്വമില്ല. താളിയോല പോലെയോ അല്ലെങ്കിൽ ചെമ്പുതകട് പോലെയുള്ള ദിവ്യത്വമില്ല. അല്ലെങ്കിൽ അതുവരെയ്ക്ക് പേടിയാണ്, തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പിശാച് കൂടെ പോരോ, ശാപം പിടിക്കോ, എന്തെങ്കിലുമൊക്കെ ഭയമാണ്. അപ്പോൾ ഭയപ്പെടാതെ വായിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുവരേക്കുള്ള അറിവെന്ന് പറഞ്ഞ് താളിയോലകളിലൊക്കെ ഉള്ളത് ഒരാൾ പഠിപ്പിച്ചു കൊടുത്താലേ, ഓറൽ ട്രഡീഷൻ ആണല്ലോ, പഠിപ്പിച്ചു കൊടുത്താലേ മറ്റേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഉള്ള സ്ഥിതിയാണ്. പക്ഷേ പുസ്തകങ്ങളൊക്കെ വന്നതോടുകൂടി അറിയുള്ള ഒരുത്തിന് സ്വയം വായിച്ച് പഠിക്കാൻ കഴിയുന്ന സംഗതിയിലേക്ക് അത് മാറുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയുടെ മതേതരവൽക്കരണമാണ്. പാഠ്യപദ്ധതിയുടെ മതേതരവൽക്കരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ വേദങ്ങൾ, പുരാണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മതപരമായ കാര്യങ്ങളാണ് അധികവും ശ്ലോകരൂപത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ മെക്കാളയുടെ കാര്യമൊക്കെ പറഞ്ഞു. മെക്കാളെ പറഞ്ഞ ആശയം ഇതാണ്, ഇവിടെയുള്ള ഇത്രയും പുസ്തകങ്ങളെന്ന് പറഞ്ഞ് ഇതെല്ലാം ഈ കെട്ടുകഥകളെ ആസ്പദമാക്കിയിട്ടുള്ളതല്ലേ. അവിടെ വെളുത്ത ആനയുണ്ടെന്നും പാലാഴിയുണ്ട്, പാലാഴിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട്, ഇതുകൊണ്ട് സാധാരണ മനുഷ്യന് എന്ത് പ്രയോജനമുള്ളത്? ഇവിടെയുള്ള സാധാരണക്കാരന് വല്ല ഗുണമുണ്ടോ ഇവരുടെ ഈ ഇത്? അതുപോലെ തന്നെ അറബി സാഹിത്യത്തെക്കുറിച്ച് അത് തന്നെ പറഞ്ഞാൽ ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയല്ലേ സാധാരണക്കാരന് ഗുണമുള്ള, അവൻ്റെ ചിന്താശേഷിയെ ഉത്തേജിപ്പിക്കുന്ന, അവന് എന്തെങ്കിലും തരത്തിലൊരു
യുക്തിബോധം വളർത്തുന്ന അല്ലെങ്കിൽ കാര്യകാരണ സഹിതം ചിന്തിക്കാൻ കഴിയുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള മൊത്തം സാഹിത്യം എടുത്താലും യൂറോപ്പിലുള്ള ഒരു ഷെൽഫിലത്തെ അതിൽ നിന്ന് കിട്ടുന്ന അറിവിൻ്റെ പത്രം പോലും ഇവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലാണ്. കാരണം ഇത് മതപരമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവിടെയാണ് മിഷണറിമാർ പുതിയൊരു സിലബസ് കൊണ്ടുവരുന്നത്. അവർ ചരിത്രവും ഭൂമിശാസ്ത്രവും ഗണിതം, ബയോളജി, ഫിസിക്സ് ഇങ്ങനെ എല്ലാനും ഇതോടത്ത് അന്ധവിശ്വാസം മാറ്റാൻ വേണ്ടി കൂടിയാണ്. കാരണം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രാഹു കേതു ഇതിനെ വിഴുങ്ങുന്നതാണ്, സൂര്യനെ വിഴുങ്ങുന്നത്. ചന്ദ്രഗ്രഹണം കേതു വിഴുങ്ങുന്നത്. ഭൂമികുലുക്കം ദൈവത്തിൻ്റെ കോപം. അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിരുന്നത് അഷ്ടഗജങ്ങൾ 8 ആനകളുടെ മുകളിൽ, അല്ലെങ്കിൽ അനന്തൻ്റെ ഫണത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ഈ ഭൂമിനെ മാറ്റുമ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓരോന്നും ദൈവകോപമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് ഇതൊക്കെ മാറ്റം. ഇതല്ല യഥാർത്ഥ സംഗതി. ഇവരെ ശരിക്കും കൃത്യമായിട്ട് സയൻസ് പഠിപ്പിച്ചാലേ ഈ അന്ധവിശ്വാസമൊക്കെ നീങ്ങിപ്പോകുള്ളൂ എന്നുള്ളതാണ് അവർ ഈ പുതിയ സിലബസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങളെ അക്കാദമിക്കലായിട്ട് റദ്ദാക്കുക എന്നുള്ളൊരു മെത്തേഡാണ് അവരവിടെ പ്രയോഗിച്ചത്. 5ാമത്തെ കാര്യം അവർ ചെയ്തത് സാമ്പത്തിക പ്രോത്സാഹനങ്ങളും അന്നദാനവും ഒക്കെയാണ്. കാരണം ഈ അക്ഷരം പഠിക്കുക എന്നുള്ളത് അന്നത്തെ കീഴാള ജനതയെ സംബന്ധിച്ച് ആഡംബരമാണ്. എല്ലാവരും പഠിക്കുവാണ്, വീട്ടിലെല്ലാവരും പഠിക്കുവാണ്. പണിക്ക് കിട്ടുന്ന കൂലി നെല്ലാണ്. അത് വളരെ തുച്ഛമാണ്. ഒരാൾ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ മറ്റുള്ളവർ പണിക്ക് കിട്ടുന്ന ആ കൂലി, ആ അരി അല്ലെങ്കിൽ നെല്ല് അതിൽ നിന്ന് വേണം ഇവന് കൊടുക്കാൻ. അപ്പോൾ അവർക്ക് ശരിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല, അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതിയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മിഷണറിമാർ ഭക്ഷണം കൊടുക്കുന്നത്. കഞ്ഞിപ്പുരകളൊക്കെ തുറക്കുന്നുണ്ട് പള്ളിക്കൂടങ്ങളോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ഈ കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അവർ വിശപ്പകറ്റാനുള്ള കഞ്ഞി, ധരിക്കാനുള്ള വസ്ത്രം, പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ദാരിദ്ര്യം കാരണം ഇവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നുള്ളൊരു ചിന്തയാണ് ഇതിൻ്റെ പുറകിൽ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ആഹാരത്തിൻ്റെ രാഷ്ട്രീയം, അവർണരുടെ ജീവിതവും മിഷണറിമാരുടെ ഇടപെടലുകളും എന്നുള്ളത്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് പുറമേ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആഹാരം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ആ ജീവനെ അത്യാവശ്യമായിരിക്കുന്ന ആ സംഗതിയെ അതിൻ്റെ മേലുള്ള നിയന്ത്രണത്തിലൂടെ എങ്ങനെയാണ് ഇവിടെയുള്ള വലിയൊരു ജനതയെ അടിമകളാക്കി വെച്ചത് എന്നുള്ള കാര്യമാണ് ആ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുന്നത്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അധികാര കൈമാറ്റമാണ്. അതായത് കീഴാളരെ അവർ അധ്യാപകരാക്കി എന്നുള്ളതാണ്. ഇത് വലിയൊരു വിപ്ലവമാണ്. ശൂദ്രനൊന്നും അക്ഷരം പഠിക്കാൻ പാടില്ല എന്നാണ് പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശൂദ്രന്മാരടക്കം അധ്യാപകരാക്കുന്നു. നമ്മൾ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ അദ്ദേഹം മലയാര മിഷൻ ആരംഭിക്കുമ്പോൾ മേലുകാവ് ഭാഗത്തൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയ അധ്യാപകർ പലർക്കും അസുഖങ്ങൾ വരികയാണ്. കാരണം കാലാവസ്ഥ പിടിക്കുന്നില്ല. അപ്പോൾ രോഗങ്ങളും മറ്റു പലതൊക്കെ കാരണം കൊണ്ട് തിരിച്ചു പോരേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ ഇത് ശരിയാകില്ല, ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങനെ രോഗികളായിട്ട് തിരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ പഠിക്കുന്ന മലയാളിയ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ അദ്ദേഹം സമർത്ഥരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പരിശീലനം കൊടുത്ത് അധ്യാപകരാക്കി മാറ്റുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ കാട്ടിൽ മരം കയറിയും മരത്തിന് കല്ലെറിഞ്ഞ് നടന്ന പിള്ളേർ പിന്നീട് അധ്യാപകരായി മാറുകയാണ് ചില മാസങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. സമൂഹത്തിൽ അക്ഷരം പഠിക്കാൻ വിലക്കപ്പെട്ടിരുന്ന ഈ ശൂദ്രരും അവർക്ക് താഴെയുള്ള പഞ്ചമരെന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ അധ്യാപകരായിട്ട് വാർത്തെടുത്തു. ഇവിടെ കോട്ടയത്ത് നോർമൽ സ്കൂളുകളുണ്ടായിരുന്നു. നോർമൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളാണ്. അത് വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ വിദ്യ കൊടുക്കുന്ന അധ്യാപകരൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 6 മെത്തേഡുകളാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചത് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതിൽ ഞാൻ 1ാമത്തെ പോയിന്റ് അത് മാത്രമായിട്ട് പറയാനിപ്പോൾ സമയമുള്ളൂ. അത് വിശദമായിട്ടല്ല, ഓടിച്ച് പറയാണ്. ഭാഷാപരമായ ജനാധിപത്യവൽക്കരണം, ഭാഷയുടെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ മുൻകൊണ്ട് ഭാഷയുടെ ജനാധിപത്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞു പോകും. മിഷണറിമാർ മലയാള ഭാഷയെ ജനാധിപത്യവൽക്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു തമാശയായിട്ട് തോന്നാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വാസ്തവം അതാണ്. കാരണം ഈ അറിവിൻ്റെ മേലെ സവർണർ കെട്ടിപ്പൊക്കിയ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് ഭാഷയുടേതായിരുന്നു. ആ കോട്ടയാണ് മിഷണറിമാർ തകർക്കുന്നത്. ആ കോട്ട തകർത്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രധാനമായിട്ട് 4 തലങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന്, അറിവിൻ്റെ ഭാഷയെ സാധാരണക്കാരനിലേക്ക് അവർ ഇറക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ അറിവിൻ്റെ വിതരണം നിയന്ത്രിക്കപ്പെടുന്നത് എപ്പോഴും അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭാഷയിലൂടെയാണ്.
അപ്പോൾ മിഷണറിമാർക്ക് മുമ്പുള്ള കേരളത്തിൽ നമ്മൾ നോക്കിയാൽ അറിവിൻ്റെ വിനിമയം നടന്നിരുന്നത് ദേവഭാഷ എന്നറിയപ്പെടുന്ന സംസ്കൃതത്തിലൂടെ, അല്ലെങ്കിൽ ഈ സംസ്കൃതത്തിൻ്റെ അതിപ്രസരമുള്ള മണിപ്രവാളത്തിലൂടെയൊക്കെയാണ്. ജ്യോതിശാസ്ത്രമായാലും ഗണിതമായാലും ആയുർവേദമായാലും വാസ്തുവിദ്യയും തത്വശാസ്ത്രങ്ങൾ, അങ്ങനെ എഴുതപ്പെട്ടതായ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒന്നുകിൽ സംസ്കൃത ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മണിപ്രവാളത്തിലുള്ള ശ്ലോകങ്ങൾ അങ്ങനെയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണക്കാരൻ സംസാരിക്കുന്ന പച്ച മലയാളത്തിന് അക്കാദമിക ലോകത്ത് യാതൊരു വിലയും അന്ന് ഉണ്ടായിരുന്നില്ല, ബൗദ്ധിക അംഗീകാരവും ഉണ്ടായിരുന്നില്ല. ഈ മലയാളത്തിനെ കേവലം ആശയവിനിമയത്തിനുള്ള, ദൈനംദിന ആശയവിനിമയത്തിനുള്ള ഒരു പ്രാകൃത ഭാഷ മാത്രമായിട്ടാണ് അവർ കണ്ടിരുന്നത്, അന്നത്തെ പണ്ഡിതന്മാർ കണ്ടിരുന്നത്. അപ്പോൾ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ഒരാൾ സംസ്കൃതം പഠിച്ചാലേ പറ്റുകയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. കാരണം എഴുതപ്പെട്ടിരിക്കുന്നതല്ല സംസ്കൃതത്തിൽ അല്ലെങ്കിൽ മണിപ്രവാളം. അപ്പോൾ അതുകൊണ്ട് ഇത് അറിവ് നേടണമെങ്കിൽ അത് ആ ഭാഷ പഠിക്കണം, മലയാളത്തിൽ അത് പറ്റുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിവെന്ന് പറയുന്നത് സംസ്കൃതം പഠിക്കാൻ കഴിയുന്ന കൂട്ടർക്ക് മാത്രം. നമുക്കറിയാം സാധാരണക്കാരായ ആൾക്കാർക്ക് അതിനുള്ള യാതൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ സവർണരിൽ തന്നെ ത്രൈവർണികർ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ എന്ന് പറയുന്ന 3 കൂട്ടർ. ഇവിടെ അതില്ല. ഇവിടെ ബ്രാഹ്മണൻ കഴിഞ്ഞാൽ പിന്നെ ശൂദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്പൂതിരിമാരുടെ കയ്യിലാണ് അറിവ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അപൂർവം ചില നായന്മാരും പണ്ഡിതന്മാരായ ചില ആൾക്കാരെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് മിഷണറിമാർ കേരളത്തിൻ്റെ ഈ ബൗദ്ധിക ചരിത്രം തിരുത്തി എഴുതുന്നത്. അവർക്ക് മനസ്സിലായി തങ്ങൾ പറയുന്ന ഈ സുവിശേഷ സന്ദേശം, തങ്ങളുടെ ആശയങ്ങൾ, അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസം, ഇതൊക്കെ സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ ഇത് മാതൃഭാഷയിൽ തന്നെ സംസാരിക്കണം, എങ്കിലേ ഇത് സാധാരണക്കാരിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഉയർന്ന കൂട്ടരിൽ മാത്രം നിൽക്കും. തങ്ങൾ എഴുതുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഇത് സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ അവൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ഈ സംസ്കൃതത്തെ ഒഴിവാക്കിക്കൊണ്ട്, ബോധപൂർവം തന്നെ സംസ്കൃതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരൻ സംസാരിക്കുന്ന മലയാളത്തെ അറിവ് വിനിമയം ചെയ്യാനുള്ള മാധ്യമമായിട്ട് അവർ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ മാറ്റമല്ല. കാരണം നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ ബ്രാഹ്മണിക്കൽ അധികാരഘടനയുണ്ട്, അതിന് നേരെ ഉണ്ടായ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രഹരമാണ്. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ശക്തമായൊരു പ്രഹരമാണിത്. ശാസ്ത്രമോ ചരിത്രമോ ഭൂമിശാസ്ത്രമോ എന്തോ ആകട്ടെ, ഇത് മലയാളം വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ, കൂട്ടി വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിക്കാൻ പറ്റും, ഏതൊരാൾക്കും പഠിക്കാൻ പറ്റും. സംസ്കൃതത്തിൻ്റെ ഒരു സഹായം അവിടെ ആവശ്യമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു. അപ്പം ഇത് ഈ കീഴാള ജനവിഭാഗങ്ങൾക്ക് അറിവിൻ്റെ ലോകത്തിലേക്കുള്ള പ്രവേശനം ഇത് സാധ്യമാക്കി കൊടുക്കുകയാണ്. മാതൃഭാഷയിലൂടെ അല്ലെങ്കിൽ മലയാളത്തിലൂടെ ലോകത്തിലെ വിജ്ഞാനം, അതുവരേക്കും അടഞ്ഞു കിടന്നിരുന്ന ആ വിജ്ഞാനത്തിൻ്റെ ലോകത്തിലുള്ള ഏത് വിജ്ഞാനവും മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കാൻ മലയാളിക്ക് സാധിക്കും, സാധാരണക്കാരന് സാധിക്കും എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ അതുവരേക്കും അവർണരുടെ മുമ്പിൽ അടഞ്ഞു കിടന്നിരുന്ന വിജ്ഞാനത്തിൻ്റെ വാതിൽ അവരുടെ മുമ്പിൽ തുറക്കുകയായിരുന്നു. രണ്ടാമത്തത് ഗദ്യസാഹിത്യത്തിൻ്റെ ഉദയമാണ്. നേരത്തെ ശ്രീധരൻപിള്ള സാർ പറഞ്ഞു അത് ഗദ്യത്തെക്കുറിച്ച്. അതായത് നമ്മുടെ കേരളത്തിൽ പദ്യമായിട്ടാണ്, ശ്ലോകങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്, ഗദ്യം ഉണ്ടായിരുന്നില്ല. ഗദ്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ ആധാരം എഴുത്തുന്നതിന് പഴയ ചില ആധാരങ്ങളുടെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ഗദ്യം എന്ന് പറയാം. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തില്ല, കോമില്ല, ഒന്നുമില്ല, ഒറ്റ വാചകമാണ്. 5-6 പേജുള്ള ആധാരമായിരിക്കും, പക്ഷേ ആ തുടങ്ങുന്ന അവിടെ നിന്ന് മുതൽ അവസാനിക്കുന്നവരെ ഒറ്റ വാചകമായിട്ടാണ് ഉള്ളത്. വായിച്ച് മനസ്സിലാക്കാൻ വളരെ പാടാണ്. അത് മാത്രമേ ഒരു ഗദ്യം എന്ന് പറയാൻ കാണുന്നുള്ളൂ, മറ്റൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം ഇപ്പോൾ കിളിപ്പാട്ട് രാമായണം നമുക്കറിയാം, പാട്ട് രൂപത്തിലാണ്. അല്ലെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം പാട്ടാണ്, ശ്ലോകമാണ്. ഇതെല്ലാം ശ്ലോകരൂപത്തിലാണ്. അപ്പോൾ ഈ ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ എളുപ്പമാണ്. പാട്ട് നമുക്കറിയാം, നമ്മളൊരു പാരഗ്രാഫ് മനപ്പാടാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പാട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കവിത എത്ര പേജ് ഉണ്ടെങ്കിലും നമ്മൾ മനപ്പാടാക്കും. അപ്പോൾ ശ്ലോകത്തിൻ്റെ ഒരു ഗുണം അതാണ്, മനപ്പാഠം പഠിക്കാം. പക്ഷേ ഈ ശാസ്ത്രവും ചരിത്രവും പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്ലോകമല്ല, അതെപ്പോഴും ഗദ്യം തന്നെയാണ്. കാരണം വിഷയങ്ങൾ കാര്യകാരണ സഹിതം വിശകലനം ചെയ്ത് പഠിക്കാൻ എപ്പോഴും ഗദ്യം തന്നെയാണ് നല്ലത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദ്യം എന്ന് പറയുന്ന സംഗതി ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ പ്രോസ് അത് ഇവിടെ കൊണ്ടുവരണം, മലയാളത്തിൽ കൊണ്ടുവരണം എന്നവർ തീരുമാനിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നു. അതിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങൾ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലി, രണ്ടാമത്തെ ഹെർമൻ ഗുണ്ടൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഹെർമൻ ഗുണ്ടട്ട്, രണ്ടാമത്തെ ബെഞ്ചമിൻ ബെയ്ലി. അവരെ 1-2 തിരുത്താൻ പറ്റില്ല, ഒരേ ലെവലിൽ കാണാൻ പറ്റുന്ന ലെവലിലുള്ള ആളുകളാണ്. പിന്നെ ഇവർ രണ്ടുപേരും വിദേശികളാണ്. നാട്ടുകാരനായ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ റവറൻ ജോർജ് മാത്രമുണ്ട്, മലയാളമയുടെ വ്യാകരണം എഴുതിയ ആൾ. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ
ഇവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്, എങ്കിലും ഞാനൊന്ന് ഓടിച്ചു വിട്ടു ഇതായിട്ട് പറയാം, വേഗം പറയാം. ഈ ബെഞ്ചമിൻ ബെയ്ലി 1816 കോട്ടയത്ത് എത്തുന്നു. അദ്ദേഹം പൊതുവെ ബൈബിൾ വിവർത്തകൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നതെങ്കിലും ബൈബിൾ വിവർത്തനം മാത്രമല്ല, അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ഒരു വ്യക്തമായൊരു ഗദ്യശൈലി രൂപപ്പെടുത്തിയെടുക്കുന്ന അദ്ദേഹമാണ്. പിന്നെ വ്യാകരണ ഘടന രൂപപ്പെടുത്തുന്നുണ്ട്. അത് ആ ഉയർന്ന തലത്തിലുള്ള മലയാളം, അതുപോലെ സാധാരണ നാട്ടുകാർ സംസാരിക്കുന്ന കൊളോക്കിയൽ മലയാളം, ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഗദ്യമാണ് അദ്ദേഹം വികസിപ്പിച്ചെടുക്കുന്നത്, രണ്ടു കൂട്ടർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. 1846 അദ്ദേഹം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 49 മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ആദ്യത്തേത് സ്വാതി തിരുനാൾ രാജാവിനും രണ്ടാമത്തെ ഉത്തരം തിരുനാൾ രാജാവിനൊക്കെയാണ് സമർപ്പിക്കുന്നത്. ഈ രാജാക്കന്മാരുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള സംഗതികളാണത്. ഇനി ഹെർമൻ ഗുണ്ടർട്ടാണെങ്കിൽ ഇതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് ഭാഷയിൽ. അദ്ദേഹം ആകെ 20 വർഷത്തോളമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 1859 അദ്ദേഹം തിരികെ പോകുന്നുണ്ട്, ശാരീരിക അസ്വസ്ഥതകളെ കാരണം. അപ്പോൾ മടങ്ങി വരാമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത്. ഭാര്യയും മക്കളൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതിയൊക്കെ കണ്ടപ്പോൾ വാസൽ മിഷൻകാർ ഇനി ഇന്ത്യയിലേക്ക് വിടുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടില്ല. അപ്പോൾ അവിടെ തന്നെയായി. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ടാണ് പിന്നെ ബാക്കി വർക്കുകൾ അദ്ദേഹം ചെയ്യുന്നത് മലയാള ഭാഷയിൽ. 1872 അദ്ദേഹം പ്രസിദ്ധീകരിച്ച നിഘണ്ടുണ്ട്, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. അത് കേവലം സംസ്കൃത പദങ്ങളെ ആശ്രയിക്കുന്ന ഒന്നായിരുന്നില്ല. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്ന് അവരുടെ ഭാഷ, അവരുടെ പദങ്ങൾ. അപ്പം ഇത് അദ്ദേഹം അതിനുവേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗം ജനാധിപത്യപരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലന്മാരുടെ ആലയിലേക്ക് ചെന്നു, എന്നിട്ട് അവരിൽ നിന്ന് അവരവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ പണിസ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, തട്ടന്മാരുടെ അടുക്കലേക്ക് ചെന്നു, കൃഷിപ്പണിക്കാരുടെ അടുക്കലേക്ക് ചെന്നു, മുക്കുവന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അറബി മലയാളം, അതായത് മാപ്പിള മലയാളമുണ്ട്, അത് മലബാറിൽ പ്രസിദ്ധമാണ്, മാപ്പിള മലയാളം. അപ്പോൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. പിന്നെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഇടയിൽ അവരുപയോഗിക്കുന്ന, അപ്പോൾ അത് വിദേശ പദങ്ങൾ, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് പദങ്ങൾ ചേർന്നിട്ട് മലയാളമായിട്ട് മാറിയിരിക്കുന്ന അങ്ങനെയുള്ളത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ശേഖരിക്കുന്നുണ്ട് എല്ലാ ഇടങ്ങളിൽ നിന്നും, എല്ലാവരുടെയും. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന സവർണ മൂല്യബോധങ്ങളെ റദ്ദാക്കുന്ന ഒന്നാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരൻ്റെ ഭാഷയുണ്ടല്ലോ, അത് ഇപ്പോൾ ഈ കൊല്ലൻ്റെയും തട്ടാൻ്റെയും ആശാരിയുടെയും എന്നൊക്കെ പറയുന്ന ഭാഷ. അപ്പോൾ അതിനെ ഈ ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, സവർണ തമ്പ്രാക്കന്മാർ, അവർ വിളിച്ചിരുന്നത്, സാഹിത്യ തമ്പുരാക്കന്മാരൊക്കെ വിളിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപശബ്ദം എന്നാണ്. അപശബ്ദം, ഗ്രാമ്യം എന്നും പറയുന്നുണ്ട്. ഗ്രാമ്യം എന്ന് പറഞ്ഞാൽ തികച്ചും ഗ്രാമീണമായത്, സംസ്കാരമില്ലാത്തതെന്നുള്ള അർത്ഥത്തിൽ. അപശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെറ്റായിട്ടുള്ളൊരു ശബ്ദം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അക്കാലത്തെ ഗ്രന്ഥങ്ങളിൽ ഇതിലൊന്നും ഇടമില്ല. അപശബ്ദങ്ങൾക്ക് യാതൊരു ഇടമില്ലാത്ത വിധത്തിലാണ് അവർ മണിപ്രവാളത്തിലും സംസ്കൃതത്തിലുമൊക്കെ കാവ്യങ്ങൾ ചമച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹെർമൻ ഗുണ്ടർട്ട് എന്ത് ചെയ്തു? ഇവർ അപശബ്ദം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ വാക്കുകളാണ് നിഘണ്ടുവിലേക്ക് എടുക്കുന്നത്. അത് നിഘണ്ടുവിലേക്ക് കയറിയതോടുകൂടി അതിന് അക്കാദമിക്കായിട്ടുള്ളൊരു മൂല്യം വരികയാണ്. മനസ്സിലായോ? ഒരു അംഗീകാരം, അക്കാദമിക് അംഗീകാരം ലഭിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷ അപശബ്ദമല്ല, അത് ആ ഭാഷയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന സംഗതിയാണെന്നാണ് ഗുണ്ടർട്ട് അതിലൂടെ തെളിയിക്കുന്നത്. മാത്രമല്ല, ഈ അറിവിൻ്റെ ഉൽപ്പാദകരായിട്ട് അധ്വാനിക്കുന്ന വർഗത്തെ അംഗീകരിക്കുകയാണ്. അതുവരേക്കും അറിവ് ഉൽപ്പാദിപ്പിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്പൂതിരിമാരെയാണ് കേരളത്തിൽ പരിഗണിച്ചിരുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ജാതികളുള്ള മറ്റാളുകൾ, അങ്ങനെയുള്ളവരാണ്, അവരാണ് അറിവിൻ്റെ ഉൽപ്പാദകർ, അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്. അധ്വാനിക്കുന്ന വർഗത്തിന് ബുദ്ധിയില്ലെന്നും അവർക്ക് അറിവില്ലെന്നൊക്കെയാണ് വിശ്വാസം. പക്ഷെ ഗുണ്ടർട്ട് ഈ ആശാരിയുടെയും തട്ടാൻ്റെയും കൊല്ലൻ്റെയും പുലയൻ്റെയും ഒക്കെ അടുക്കലൊക്കെ ചെല്ലുന്ന, അവരെ ആ പണിസ്ഥലങ്ങളിൽ നിന്ന് അവരവിടെ ഉപയോഗിക്കുന്ന അവരുടെ അറിവുകൾ, ഇപ്പോൾ കൃഷിക്കാരന് കാർഷികമായിട്ടുള്ള അറിവുണ്ട്, തട്ടാന് അവൻ്റെ ആ ജോലിയെ സംബന്ധിച്ചുള്ള അറിവുണ്ട്, കൊല്ലന് ഓരോരുത്തർക്കും അവരവരുടേതായ അറിവുകളുണ്ട്. അപ്പോൾ ആ അറിവുകൾക്ക് വിലയുണ്ടെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും, അറിവ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രമല്ല, താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട ഈ കൂട്ടരും അറിവ് ഉൽപ്പാദകർ തന്നെയാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത്. അവരെ അറിവ് ഉൽപ്പാദകരായിട്ട്, ഏതാണ് നോളജിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് അവരെ കാണുകയാണ്. അപ്പോൾ അതോടുകൂടി അറിവെന്ന് പറയുന്നത് സവർണൻ്റെ മാത്രം കുത്തകയായിരുന്ന ആ അവസ്ഥ മാറുകയാണ്. അതല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ മറ്റൊന്നുണ്ട്, നിഘണ്ടുവിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അക്ഷരമാലാക്രമം സൃഷ്ടിച്ച ഒരു സമത്വമുണ്ട്. ഇതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാണ്, ഞാൻ മൂടിപ്പോവുകയാണ്. ഈ അക്ഷരമാലാക്രമം സൃഷ്ടിച്ച സമത്വം എന്ന് പറയുന്നത്, ഈ ഭാഷയിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരു പൊതു മലയാളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് മലയാളം നമ്മൾ എഴുതും വായിക്കുന്നതൊക്കെ നമുക്ക് ഓക്കെയാണ്. ഇപ്പം തിരുവനന്തപുരത്തെ
എഡിഷൻ മനോരമ തിരുവനന്തപുരം എഡിഷൻ കാസർഗോഡുള്ളവനും വായിച്ചാലും അവന് കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ കാസർഗോഡത്തെ എഡിഷൻ തിരുവനന്തപുരത്തുള്ളവനും വായിച്ചാൽ മനസ്സിലാവും, പ്രശ്നമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എല്ലാം അങ്ങനെയുള്ളൊരു ഇതല്ല, വ്യത്യസ്തമായിട്ടുള്ള മലയാളത്തിൽ തന്നെ കുറേ വ്യത്യസ്തമായിട്ടുള്ള സംഗതികളുണ്ട്. മാത്രമല്ല ഓരോ ജാതിക്ക്, ഇതാണ് പ്രധാനപ്പെട്ട സംഗതി, ഓരോ ജാതിക്കും അവരുടേതായ സംസാര ശൈലിയുണ്ട്, അവരുപയോഗിക്കുന്ന പദങ്ങളുണ്ട്, പ്രത്യേകമായ പദങ്ങൾ. കാരണം ഈ ജാതി ഏതാണെന്ന് തിരിച്ചറിയണം, ഇവൻ്റെ സംസാരം കേട്ടിട്ട് ഇവൻ ഇന്ന ജാതിക്കാരനാണെന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് ചില ജാതിക്കാർക്ക് അവരുടേതായ പ്രത്യേക, അതിനെ ജാതിപ്പേച്ചുകൾ എന്നാണ് പറയുന്നത്, ജാതിപ്പേച്ചുകൾ. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്കറിയാം, ഒരു നമ്പൂതിരി നോം എന്ന് പറയുമ്പോൾ കീഴാളൻ അടിയൻ എന്ന് പറയണം, ഞാൻ എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ നമ്പൂതിരിയുടെ വീടിനെ മന അല്ലെങ്കിൽ ഇല്ലം എന്നൊക്കെ പറയുമ്പോൾ അവർണനുണ്ടായിരുന്നതിന് അത് മാടമാണ് അല്ലെങ്കിൽ കുപ്പാട്. അതാണ് ഒരു നമ്പൂതിരി നീരാടാൻ പോകുമ്പോൾ, നീരാട്ട് കുളി നീരാട്ടെന്ന് പറയുമ്പോൾ അവർണൻ്റെ മേല് നനയ്ക്കലാണ്, മനസ്സിലായി, നനയ്ക്കൽ. അപ്പോൾ ഇങ്ങനെയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. ഞാൻ ഉദാഹരണം കുറേ ഉണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതാക്കുകയാണ്. ഇപ്പോൾ അമൃതയത്ത്, നമ്പൂതിരിയുടെ ഭക്ഷണം അമൃതയത്താണെങ്കിൽ ഇത് കരിക്കാടിയാണ്, ഇങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ, ഉയർന്ന ജാതിക്കാർ ഉപയോഗിക്കുന്ന വാക്കുകൾ താഴെയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ ജീവൻ പോയെന്ന് വരും. ആ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നുണ്ട്. 1936 സ്വാതന്ത്ര്യം കിട്ടുന്നതിനും കേവലം 11 വർഷം മുമ്പ്, 36 നവംബർ 4 ബോംബെ സമാചാറിൽ വന്നൊരു വാർത്ത, അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 9ാമത്തെ വാല്യം പേജ് 63 ഉദ്ധരിച്ചത് ഞാൻ വായിക്കാം. മലബാറിൽ ഒറ്റപ്പാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരായ 17കാരൻ ജാതി ഹിന്ദുവായ ഒരാളുടെ കടയിൽ ചെന്ന് ഉപ്പ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ആചാരം അനുസരിച്ച് ജാതി ഹിന്ദുക്കൾക്ക് മാത്രമേ ഉപ്പ് എന്ന വാക്ക് ഉച്ചരിക്കാവൂ. ശിവരാമനെ പോലെയുള്ളവർ ഉപ്പിന് പകരം പുളിച്ചാടൻ എന്നാണ് പറയേണ്ടത്. ഉപരിജാതിക്കാരനായ കടയുടമയ്ക്ക് കോപം സഹിക്കാനാവാതെ ശിവരാമനെ കഠിനമായി മർദ്ദിക്കുകയും മർദ്ദനമേറ്റ് ശിവരാമൻ മരിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. ഒരു 17 വയസ്സുള്ള പയ്യൻ ചെന്നിട്ട്, ഇഴവ സമൂഹത്തിലുള്ളൊരു പയ്യൻ ചെന്ന് ഉപ്പ് ചോദിച്ചതാണ്. പുളിച്ചാടൻ എന്ന് ഉപയോഗിക്കേണ്ടതിന് പകരം ഉപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവൻ ജീവൻ പോയി. അപ്പോൾ ഭാഷയുടെ ജാതി നിയമം തെറ്റിച്ചിട്ട് അവൻ സംസാരിച്ചിട്ട് അതിന് കൊടുക്കേണ്ടി വന്ന വില അവൻ്റെ ജീവനാണ്. അതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് 36 ഓർക്കണം. നമ്മൾ ഈ മിഷണറിമാരുടെ കാര്യം പറയുമ്പോൾ 836 കാര്യമാണ് പറയുന്നത്. ഇത് 936, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 14 കൊല്ലം മുമ്പ്. അപ്പോൾ ജാതി നിയമങ്ങൾ തെറ്റിക്കാതെ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുക എന്നുള്ളത് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. മനസ്സിലായോ? അങ്ങനത്തെ ഉള്ളൊരു സ്ഥിതിയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ നിഘണ്ടുക്കൾ, അതിൻ്റെ സമത്വം, ഭാഷ ഇതിൽ സമത്വം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് വരുന്നത്. അതായത് ഈ നിഘണ്ടുവിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതിൻ്റെ അകത്ത് അക്ഷരമാലാക്രമത്തിലാണ് വാക്കുകൾ വരുന്നത്, ആൽഫബറ്റിക് ഓർഡറിലാണ്. അവിടെ ഭാഷ അതിനകത്ത് വരുമ്പോൾ അവിടെ കീഴാളനുമില്ല, മേലാളനുമില്ല, ആരുമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഗുണ്ടട്ടൻ്റെ നിഘണ്ടുവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നമ്പൂതിരി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പദം, പൂജ അയാളുടെ തൊഴിലാണ്, അപ്പോൾ അയാളുടെ തൊഴിൽ മേഖലയിൽ അയാൾ ഉപയോഗിക്കുന്ന പദം, ഒരു മുക്കുവൻ അവൻ്റെ തൊഴിൽ മേഖലയിൽ ഉപയോഗിക്കുന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഒരു പുലയൻ പാടത്ത് അവൻ്റെ തൊഴിൽ മേഖലയിൽ ഉപയോഗിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ ഒരു കൊല്ലനോ ഒരു തട്ടാനോ ഒരു ആശാരിയോ ആരും ആകട്ടെ. അപ്പോൾ ഇതെല്ലാം ഒരേ പേജിൽ തന്നെ കിടക്കും. ചിലപ്പോൾ അത് ചിലപ്പോൾ ഈ നമ്പൂതിരി ഉപയോഗിക്കുന്ന പദത്തിൻ്റെ മുകളിലായിരിക്കും ഈ ഇവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളും വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ക്രമത്തെ മാറ്റുന്നതാണത്. നമ്മൾ ഈ നിഘണ്ടുവിനെ കുറിച്ച്, ഗുണ്ടട്ടൻ്റെ നിഘണ്ടുവിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം പഠനങ്ങളുണ്ട്. പക്ഷേ ഈ വിധത്തിലുള്ളൊരു സംഗതി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഭാഷയിലെ സമത്വം കൊണ്ടുവന്ന ലെവലിലുള്ളൊരു പഠനം ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇതൊരു വിഷയമായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇവർ ഇതായിട്ട് കൊണ്ടുവരികയാണ്. ഇത് കേവലം എന്താണ്, ഒരു നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു വാക്കുകളുടെ അർത്ഥം മാത്രമല്ല നിഘണ്ടുവിലുണ്ടായിരുന്നത്. അതുപോലെ അവിടെ റിച്ചാർഡ് കോളിൻസിൻ്റെ പടം കാണുന്നുണ്ട്. റിച്ചാർഡ് കോളിൻസ് ഇവിടെ ഇതിൻ്റെ CMSൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മലയാളം നിഘണ്ടുവുണ്ട്. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ നിഘണ്ടു വരുന്നതിന് മുമ്പ് വരേക്കും അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവാണ് ഇവിടെ മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഭാഷയിൽ കൊണ്ടുവരുന്നത്, ഈ അക്ഷരങ്ങളിലൂടെ അവർ കൊണ്ടുവന്ന മാറ്റം വളരെ വലുതാണ്. എൻ്റെ സമയം അവസാനിക്കാറായി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കാം. ഇവർ അടുത്തതായിട്ട് ഇവർ കൊണ്ടുവരുന്നത് ഈ ഗദ്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു സംഭവമുണ്ട്.
ഈ ഗദ്യത്തിൽ കൊണ്ടുവന്ന സമയത്ത് അതുവരെ ശ്ലോകത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊക്കെ ഗദ്യത്തിൽ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനെ പരിഹസിച്ച് വിളിച്ചിരുന്നത് പാതിരി ഗദ്യം എന്നാണ്. പാതിരി ഗദ്യം, മിഷണറി മലയാളം എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ സക്കറിയ സാറിനെ പോലെയുള്ളവരുടെയൊക്കെ പഠനങ്ങളിൽ ഇതെന്താണ്, അവരുടെ ഭയം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പരിഹസിക്കാനുള്ള ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരേക്കും അറിവിനെ തങ്ങളുടെ പക്കൽ മാത്രമായി സംരക്ഷിച്ച് നിർത്തിയിരുന്ന ഭാഷാപരമായ മതിൽക്കെട്ടുകൾ മിഷണറിമാർ തകർക്കുകയാണ്. ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ പറയുമ്പോൾ, ശ്ലോകങ്ങൾ മണിപ്രവാളമൊക്കെ ആകുമ്പോൾ മലയാളം കുറച്ചേ കാണുള്ളൂ, സംസ്കൃതമുണ്ട്. അപ്പോൾ അറിവുള്ളവർക്ക് സാധാരണഗതിയിൽ തന്നെ ഒരു പാഠ്യരൂപത്തിലുള്ളതെന്ന് അർത്ഥം മനസ്സിലാക്കാൻ പാടാണ്. നമുക്ക് പരിചിതമില്ലാത്ത പദങ്ങൾ ഉള്ള ശ്ലോകമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഗദ്യം അങ്ങനെയല്ല, വളരെ സിമ്പിളാണ്, ലളിതമാണ്, ഈസിയായിട്ട് ആർക്കും മനസ്സിലാവും. അപ്പോൾ അതുവരേക്കും അറിവിനെ തങ്ങളുടെ പക്കൽ മാത്രമായിട്ട് അവർ കുത്തകയാക്കി നിർത്തിയിരുന്നതാണ്. അതിപ്പോൾ സാധാരണക്കാരിലേക്ക് പോകുന്നു. അതിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് പാതിരി ഗദ്യം എന്ന് വിളിച്ചവർ കളിയാക്കിയിരുന്നത്. അപ്പോൾ ആ പരിഹാസം പിന്നീട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവർ പരിഹസിച്ച ആ ഗദ്യമാണ്, പാതിരി ഗദ്യം ഉണ്ടല്ലോ, അതാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക മലയാള ഭാഷ. ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. ഇവരൊക്കെ പരിഹസിച്ച സാധനമാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പത്രഭാഷയായാലും സാഹിത്യമായാലും ഔദ്യോഗിക ഭരണഭാഷയായാലും കോടതി വ്യവഹാരങ്ങളായാലും സ്കൂൾ പാഠപുസ്തകങ്ങൾ, ഇങ്ങനെ എന്തും ആകട്ടെ, ഇതെല്ലാം അന്ന് അവർ കൊണ്ടുവന്ന ആ ഗദ്യമാണ്. ആ ഗദ്യത്തിലാണ് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഈ പരിഹസിച്ച ആൾക്കാർക്ക് പോലും പിന്നീട് ഈ ഗദ്യം ഉപയോഗിക്കേണ്ടി വന്നു. അവരുടെ പഠനങ്ങളും മറ്റും അവർക്ക് ഇറക്കാൻ വേണ്ടി ഈ ഗദ്യത്തിൽ തന്നെ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഭാഷയെ ശരിയായ രീതിയിൽ അക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ കൃത്യമായിട്ട് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് മിഷണറിമാരെന്ന് പറയുമ്പോൾ അവർ സുവിശേഷം അറിയിക്കാൻ വന്നവരാണ്. അത് ശരി തന്നെയാണ്, അതിൽ അതൊരു തെറ്റുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അവർ പല കാര്യങ്ങളും ഇതേപോലെയുള്ള പലതും അവർ ചെയ്ത് ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. ഈ നാടിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതിൽ ഒന്നാമത്തെ പങ്ക് വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മിഷണറിമാരാണ്. രണ്ടാമത്തെ പങ്ക് വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോഴും ഞാൻ പറയും മിഷണറിമാരാണ്. മൂന്നാമത്തെ സ്ഥാനം ആരാണ്? അതും മിഷണറിമാരാണ്. അത് കഴിഞ്ഞ് 4, 5, 6 സ്ഥാനങ്ങൾ മാത്രമേ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളൂ. ഞാൻ ജോസഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം ഈ കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ, ജാതി വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അപ്പം ഇങ്ങനെ വളർന്നു വന്ന ഈ തലമുറയോടെയാണ് നാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞത്, ജാതിഭേദത്തിൽ എന്തർത്ഥം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ പിള്ളേർക്ക് അതറിയാം, അവരങ്ങനെ വളർന്നു. ഇതിൽ വലിയ കഥയൊന്നുമില്ല. നൂറ്റാണ്ടുകളായിട്ട് തൊട്ടുകൂടാൻ പാടില്ല എന്നും പറഞ്ഞൊക്കെ അകറ്റി നിർത്തിയിരുന്ന ആൾക്കാർ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് വളർന്നു വന്നവരാണ്. ആ തലമുറയ്ക്ക് ഇത് മനസ്സിലായി, ഇതിലൊന്നും വലിയ കഥയില്ലെന്ന്. അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാൻ ആളുണ്ടായത്. അപ്പോൾ മിഷണറിമാർ വന്ന് ആദ്യമേ ഇവിടെ ഉഴുതുമറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഉഴുതുമറിക്കുക മാത്രമല്ല, അവരതിന് വിത്തിട്ടു, വെള്ളമൊഴിച്ചു, വളവിട്ടു, വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ ഫലം കൊയ്തവർ മാത്രമാണ് നമ്മളിന്ന് കാണുന്ന ഈ നവോത്ഥാന നായകരെന്ന് അറിയപ്പെടുന്ന ആളുകൾ. അധ്വാനിച്ചത് മുഴുവൻ ഇവരാണ്, ഫലം കൊയ്തത് മാത്രം അവർ. പക്ഷെ അവരാണ് ആഘോഷിക്കപ്പെടുന്നത്. അത് മാറണം. അത് നന്ദിയില്ലായ്മയാണ്, മിഷണറിമാരോട് കാണിക്കുന്ന നന്ദികേടാണ്. ചരിത്രം ശരിയായ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവരില്ലായിരുന്നെങ്കിൽ, മിഷണറിമാർ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് കൊയ്യാനൊന്നും കിട്ടില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ കാര്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. മാത്രമല്ല, CSI വിഭാഗത്തിൽപ്പെട്ടവർ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ CSIക്കാരനൊന്നുമല്ല, പുറമേയുള്ള ഒരാളാണ്. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇത് പറയാൻ അർഹതയുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങളിത് പറയണം, മിണ്ടാതിരിക്കരുത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ആസൂത്രിതമായിട്ട് ഇതിനെല്ലാം തകർക്കാൻ മിഷണറിമാർ ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇന്ന് പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി നമ്മൾ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല. ഉള്ള സംഗതി ചരിത്രത്തിൽ പോയാൽ ഇഷ്ടം പോലെ കാണാം. ധാരാളം രേഖകൾ, മിഷണറി രേഖകളുണ്ട്. പണ്ടത്തെ പോലെ ലൈബ്രറികളിലൊക്കെ പുസ്തകങ്ങളിലേക്കൊക്കെ പോകേണ്ട, വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ കിട്ടും. ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വിദേശത്ത് ഉള്ള രേഖകളെല്ലാം നമ്മുടെ കൈവശം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ, ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആസൂത്രിത നീക്കങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നമ്മളതിന് സഹായിക്കട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.